GM കോമേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പർച്ചേസസ് ഡേ ബുക്ക് എന്ന ഒരു ബുക്കിനെ പറ്റിയാണ് പഠിക്കാനുള്ളത്. അതായത് ജേർണലിനെ 8 ഗ്രൂപ്പായിട്ട് തിരിക്കുന്നതെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അപ്പം അതിലൊന്നാമത്തെ ഗ്രൂപ്പാണ് പർച്ചേസസ് ബുക്ക് എന്ന് പറയുന്നത്. ഇത് ജേർണലിൻ്റെ ഒരു ഭാഗമാണ്. ഇതിനെ നമ്മൾ പല പേരുകളിൽ വിളിക്കുന്നുണ്ട്. അത് പർച്ചേസസ് ഡേ ബുക്ക്, ദെൻ പർച്ചേസസ് ജേർണൽ, ബോർഡ് ബുക്ക്, ബോർഡ് ഡേ ബുക്ക്, ഇൻവോയ്സ് ബുക്ക്. ഇങ്ങനെ 3 പേരുണ്ട് ഇതിന്. ഇതിൽ എല്ലാം ഒരു പേര് തന്നെയാണ്. അതായത് ജേർണലിൻ്റെ ഒരു ഭാഗം നമ്മൾ പർച്ചേസസ് ഡേ ബുക്ക് എന്ന പേരിൽ മാറ്റി. ഈ പർച്ചേസസ് ഡേ ബുക്കിൻ്റെ പ്രത്യേകത എന്താണ്? അതായത് നമ്മൾ സാധനങ്ങൾ കടമായിട്ട് വാങ്ങിയാൽ അത് നമ്മൾ പർച്ചേസസ് ഡേ ബുക്കിലാണ് എഴുതി ചേർക്കുന്നത്. അപ്പോൾ ജേർണലിന് 2 കോളം ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. ഡെബിറ്റ് കോളവും ക്രെഡിറ്റ് കോളവും. അതിൽ ജേർണലിൻ്റെ ഡെബിറ്റ് കോളം മാത്രമേ പർച്ചേസസ് ഡേ ബുക്കിന് ഉപയോഗിക്കുന്നുള്ളൂ. അത് ഒന്ന് ശ്രദ്ധിച്ചോളുക. അപ്പോൾ ആദ്യം നമ്മൾ ഇവിടെ ഒരു വര ഇങ്ങനെ ലെഫ്റ്റ് ടു റൈറ്റ് ഒരു വര ഇങ്ങനെ വരച്ചു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടിയിൽ 2 വരകൾ വരച്ചിട്ടുണ്ട്. ഇങ്ങനെ 2 വരകൾ ഇങ്ങനെ വരച്ചിട്ടുണ്ട്. ഇനി അത് ലെഫ്റ്റ് റൈറ്റ് ആണ്. ഇനി അതിന് ഏറ്റവും ഇടത് സൈഡിലായിട്ട് ഒരു കോളം വരച്ചു. ഇനി റൈറ്റ് സൈഡിലേക്ക് മാറ്റി റൈറ്റ് സൈഡിലേക്ക് മാറ്റി ഏറ്റവും ലാസ്റ്റ് ഒരു കോളം വരച്ചു. അതിൻ്റെ ഇപ്പുറേ അതുപോലെ തന്നെ ഒരു കോളം വരച്ചു, വേറൊരു കോളം നമ്മൾ വരച്ചു. ഇനി ഇതെങ്ങനെയാണ് പൂരിപ്പിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഏറ്റവും മുകളിലായിട്ട് പർച്ചേസസ് ഡേ ബുക്ക് എന്നാണ്. അതായത് ജേർണലാണിത്. ജേർണൽ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ബുക്കാണ്. ജേർണലിൻ്റെ ഡെബിറ്റ് സൈഡാണ് നമ്മളിങ്ങനെ എടുത്തിരിക്കുന്നത്. ഇനി അടുത്തത് കോളം പൂരിപ്പിക്കുന്ന ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ലെഡ്ജർ ഫോളിയോ കോളം, ഇൻവേർഡ് ഇൻവോയ്സ് നമ്പർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻവേർഡ് ഇൻവോയ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ നമുക്കൊരു ബില്ല് കിട്ടും. സാധനങ്ങളുടെ ലിസ്റ്റ് സംബന്ധിച്ചൊരു ബില്ല് കിട്ടും. ആ ബില്ല് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി അതിൻ്റെ എമൗണ്ട്. ഇനി നമ്മൾ കിങ് ആൻഡ് കമ്പനി എന്ന് പറയുന്ന ഒരാളിൽ നിന്നാണ് സാധനം വാങ്ങിയിരിക്കുന്നത്. അപ്പം കിങ് ആൻഡ് കമ്പനി കാൺപൂർ, അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ സാധനങ്ങൾ കടമായിട്ട് വാങ്ങി. അപ്പോൾ അദ്ദേഹം ആ സാധനങ്ങൾ വാങ്ങുന്ന കൂട്ടത്തിൽ നമുക്കൊരു ബില്ലും കൂടെ തരും. അതായത് ഒരു ഇൻവോയ്സ്, ഒരു രേഖ തരും. അപ്പോൾ അതിൽ പറയുന്നുണ്ട് 50 സ്റ്റീൽ പ്ലേറ്റ്സ് അറ്റ് ദ റേറ്റ് ഓഫ് ₹100 ഈച്ച്, അത് 5000. ഇനി 50 സ്റ്റീൽ ഗ്ലാസ് അറ്റ് ദ റേറ്റ് ഓഫ് 20 ഈച്ച്, 1000. 40 ഫ്ലാസ്ക് അറ്റ് ദ റേറ്റ് ഓഫ് 100 ഈച്ച്, 4000. അപ്പം ഇത്രയും ഐറ്റമാണ്, 3 ഐറ്റം നമ്മൾ മേടിച്ച 3 ഐറ്റത്തിനും കൂടെ കൂടി 10,000 രൂപയായി. ഇനി ഡിസ്കൗണ്ട് അവർ തരും. നമ്മൾ സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ നമ്മൾക്ക് 10% ഡിസ്കൗണ്ട്, 10%, 20% ഡിസ്കൗണ്ട് തരും. അപ്പോൾ ആ ഡിസ്കൗണ്ട് ഇതാ പറയുന്നത്, ലെസ് ഡിസ്കൗണ്ട് അറ്റ് ദ റേറ്റ് ഓഫ് 10%, അത് 1000 വരും. അപ്പം നെറ്റ് ബാലൻസ് 9,000 ആണ്, 9,000 ആണ് ഉള്ളത്. അപ്പം ഇത് ഒരു ഇൻവോയ്സിൻ്റെ മോഡലാണ് ഈ കാണുന്നത്. ഇൻവോയ്സ് മോഡൽ എന്ന് പറയുന്നത്. അപ്പം ഇൻവോയ്സ് മോഡൽ നമ്മൾ ഈ മോഡല്, ഈ ഇൻവോയ്സിന് നമ്മൾ നമ്മുടെ ഫയലിൽ വെച്ചിട്ട് അതിനൊരു നമ്പർ, ഒരു സീരിയൽ നമ്പർ നമ്മൾ കൊടുക്കും. അതായത് നമുക്ക് ആദ്യമായിട്ട് കിട്ടിയ ഇൻവോയ്സ് ആണെങ്കിൽ അതിന് 1 എന്ന് കൊടുത്തു. ഇനി അത് ഓരോ മാസം തോറും പിന്നെ ഓരോ നമ്പറുകൾ ഉപയോഗിക്കാം. അത് നമ്മുടെ ഇഷ്ടം പോലെ. അപ്പോൾ ഇൻവോയ്സിൻ്റെ മോഡൽ ഇവിടെ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ കിങ് ആൻഡ് കമ്പനി കാൺപൂർ എന്ന് എഴുതിയിട്ട് ബീയിങ് പർച്ചേസസ് ആസ് പെർ ഇൻവോയ്സ് നമ്പർ 1, ഇത്രയും നമ്മൾ എഴുതേണ്ടതുള്ളൂ. ഇത് ഇൻവോയ്സിൻ്റെ ഒരു മോഡൽ ഇവിടെ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കിങ് ആൻഡ് കമ്പനി കാൺപൂരിൽ നിന്ന് തന്ന ആ ഐറ്റംസിൻ്റെ എല്ലാം കൂടെ ഒരു ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റ് നമ്മൾ ഫയലിൽ വെച്ചിട്ട് അതിനൊരു നമ്പർ കൊടുക്കും. എന്നിട്ട് നമ്മളിവിടെ നരേഷൻ എഴുതും. അപ്പം നമ്മൾ ഇതിവിടെ കാണിക്കേണ്ട കാര്യമില്ല. അതായത് ബീയിങ് പർച്ചേസസ് ആസ് പെർ ഇൻവോയ്സ് നമ്പർ 1 എന്ന് മാത്രം കാണിച്ചാൽ മതി. അപ്പം നമ്മൾക്ക് ഈ പർച്ചേസ് ബുക്ക് നോക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ കടമായിട്ട് ആരിൽ നിന്ന് കടമായിട്ട് മേടിച്ചു? കിങ് ആൻഡ് കമ്പനി കാൺപൂരിൽ നിന്ന് കടമായിട്ട് മേടിച്ചു.
എന്തൊക്കെ സാധനങ്ങൾ മേടിച്ചു എന്നുള്ളതിനെ അറിയാനായിട്ട് നമ്മൾ ആ ബില്ല് എടുത്ത് നോക്കണം. ആ ബില്ലിനെയാണ് നമ്മൾ ഇൻവോയ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ അടുത്ത ഇപ്പം ഇത് കിങ് ആൻഡ് കമ്പനിയാണ്, അതിൻ്റെ ഡേറ്റ് ഇട്ടു, നമ്മൾ അതിൻ്റെ എമൗണ്ടും ഇട്ടു, അതിങ്ങനെ കാണിച്ചു. ഇനി വേറൊരാളിൽ നിന്ന് നമ്മൾ കടം മേടിച്ചെന്ന് വിചാരിക്കുക. അങ്ങനെ കടം മേടിച്ചു കഴിഞ്ഞാൽ അതും ഇവിടെ കാണിക്കും. അത് ഇതുപോലെ എഴുതി വെക്കും. ആ ആളുടെ ഇപ്പോൾ ഒരു സ്മിത്ത് ആൻഡ് കമ്പനിയാണെന്ന് വിചാരിക്കും. ഉടനെ അതിൻ്റെ ഡേറ്റ് ഇട്ടിട്ട് സ്മിത്ത് ആൻഡ് കമ്പനി ഈ കൽക്കട്ട എന്ന് കാണിച്ചിട്ട് നമ്മൾ ആ വൗച്ചർ അല്ല ആ ഇൻവോയ്സ് നമ്മൾ നോക്കിയിട്ട് അതിൻ്റെ ടോട്ടൽ എമൗണ്ട് ആണ് ഇവിടെ എഴുതി വെക്കുന്നത്. അപ്പോൾ നമ്മൾ എഴുതി വെക്കും ബീയിങ് ഇൻവോയ്സ് ആസ് പെർ ബീയിങ് പർച്ചേസസ് ആസ് പെർ ഇൻവോയ്സ് നമ്പർ 2. അപ്പോൾ ഇങ്ങനെ ഈ പർച്ചേസസ് ജേർണൽ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. എന്നിട്ട് ഇത് ആഴ്ചയിലൊന്നോ അല്ലെങ്കിൽ മാസത്തിലൊന്നോ ഒക്കെ നമ്മൾ ഈ ഡെബിറ്റ് ഐറ്റം ജേർണലിലെ ഡെബിറ്റ് ഐറ്റം മാത്രമേ നമ്മളിവിടെ എടുത്തിട്ടുള്ളൂ. ആ ഡെബിറ്റ് ഐറ്റം നമ്മൾ ലെഡ്ജറിലേക്ക് മാറ്റും. അതുപോലെ തന്നെ ഈ നമുക്ക് കടം തന്ന ആളുകളുടെ അക്കൗണ്ടും ലെഡ്ജർ അക്കൗണ്ടിൽ മാറ്റുന്നു. അതായത് ആദ്യം നമ്മൾ ജേർണലിൽ പഠിച്ച 2 കാര്യങ്ങളുണ്ട്. അതായത് ജേർണലിൽ ഒരു ഡെബിറ്റും ക്രെഡിറ്റും കൂടെയാണ് ഒന്നിച്ച് വന്നിരിക്കുന്നത്. അതാണ് നമ്മൾ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ജേർണലിനെ നമ്മൾ സബ് ഡിവൈഡ് ചെയ്തപ്പം ഡെബിറ്റ് ഐറ്റം മാത്രം ഒരു ജേർണലിൽ എഴുതി വെക്കും. എന്നിട്ട് ക്രെഡിറ്റ് ഐറ്റം മാത്രം ക്രെഡിറ്റ് ഐറ്റം മാത്രം വേറെ എഴുതി വെക്കും. അതാണ് ഇതിൻ്റെ അകത്ത് ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങൾക്കിത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ തുടർ പഠനം വീണ്ടും വരുന്നതാണ്. താങ്ക് യു. ഇനി നമ്മൾ എഴുതിയിരിക്കുന്ന ആദ്യത്തെ എൻട്രി എന്തായിരുന്നു? കിങ് ആൻഡ് കമ്പനിയിൽ നിന്ന് നമ്മൾ കടമായിട്ട് 9,000 രൂപയുടെ സാധനങ്ങൾ വാങ്ങി. അത് നമ്മൾ ജേർണലിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ആ ജേർണലിലായിട്ട് നമ്മൾ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യണം. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ജനറൽ ലെഡ്ജർ എന്ന് പറയുന്ന ബുക്കിൽ നമ്മൾ 2 അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. ഒന്ന് കിങ് ആൻഡ് കമ്പനി അക്കൗണ്ട്. കിങ് ആൻഡ് കമ്പനി അക്കൗണ്ടിൽ നമ്മൾ വാങ്ങുകയാണ് ചെയ്തത് അല്ലേ? അപ്പോൾ ആ ഡേറ്റ് ഇപ്പം 10/4/2023 ആണെന്ന് വിചാരിക്കും. ഇപ്പോൾ ഒരു ഡേറ്റ് താൽക്കാലികമായിട്ട് ഇവിടെ ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. ബൈ പർച്ചേസസ് അക്കൗണ്ട് 9,000 എന്ന് എഴുതി വെച്ചു. ഇപ്പോൾ കിങ് ആൻഡ് കമ്പനിയിൽ നമ്മൾ 9,000 രൂപയുടെ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. ഇനി ലെഡ്ജറിൽ നമ്മളൊരു പർച്ചേസസ് അക്കൗണ്ടും കൂടെ ഓപ്പൺ ചെയ്യണം. ആ പർച്ചേസസ് അക്കൗണ്ടിൽ നമ്മൾ എഴുതി വെച്ചു ഈ 10/4/2023 ടു സൺട്രീസ് എന്ന് എഴുതിയിട്ട് 9,000 എന്ന് എഴുതി വെച്ചു. എന്ന് പറഞ്ഞാൽ ഈ 9,000 ഇവിടെ ഇപ്പം നമ്മൾ ഒരൈറ്റം എഴുതിയുള്ളൂ. ഇപ്പോൾ ഒരു 10 ഐറ്റം വാങ്ങിയെന്ന് വിചാരിക്കുക. അപ്പോൾ കിങ് ആൻഡ് കമ്പനിയിൽ നിന്ന് 9,000 രൂപയുടെ വാങ്ങി. ഇനി വേറെ ഒരാളിൽ നിന്ന് ഒരു 10,000 രൂപയുടെ വാങ്ങി. അങ്ങനെ നമ്മൾ ജേർണലിൽ ഒരു 10 ഐറ്റം മേടിച്ച് ഒരു 20,000 രൂപയെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ 10 ഐറ്റവും കൂടെ കൂടി ഈ പർച്ചേസസ് അക്കൗണ്ടിലേക്ക് ഈ 10 ഐറ്റത്തിൻ്റെ കൂടെ ടോട്ടൽ എടുക്കും നമ്മൾ. അപ്പോൾ ഒരു 20,000 വന്നെന്ന് വിചാരിക്കും. 20,000 വന്നു കഴിഞ്ഞാൽ ഈ ലെഡ്ജറിൽ ജനറൽ ലെഡ്ജറിൽ ഓരോ പേഴ്സണൽ അക്കൗണ്ടിലും നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. ഇനി എന്നിട്ട് അതിൻ്റെ എല്ലാം കൂടെ ടോട്ടൽ നമ്മൾ പർച്ചേസസ് അക്കൗണ്ടിൽ ഒറ്റ ഹെഡിൽ എഴുതി ടു സൺട്രീസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു 10 പേര് നമുക്ക് സാധനങ്ങൾ സപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. ആ 10 പേരുടെയും കൂടെ പേരും ഇൻവോയ്സ് നമ്പറും എല്ലാം കൂടെ കൂടി നമ്മൾ പർച്ചേസസ് ജേർണലിൽ എഴുതി വെക്കും. എന്നിട്ട് ജനറൽ ലെഡ്ജറിൽ പിന്നെ 10 പേരുടെയും ലെഡ്ജർ അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യും. എന്നിട്ട് ഈ പർച്ചേസസ് ബുക്കിൻ്റെ ടോട്ടൽ നമ്മൾ പർച്ചേസസ് ജേർണലിൽ ടോട്ടൽ നമ്മൾ പർച്ചേസസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ടു സൺട്രീസ് എന്ന് പറഞ്ഞാൽ പല വക. അപ്പോൾ 20,000 രൂപയുടെ സാധനങ്ങൾ നമ്മൾ 4 പേരിൽ നിന്നാണ് വാങ്ങിയെന്ന് വിചാരിക്കുക. അപ്പോൾ 4 പേരുടെ അക്കൗണ്ടുകൾ നമ്മൾ ജനറൽ ലെഡ്ജറിൽ കാണിക്കണം. അതുപോലെ ഈ 4 പേരുടെയും കൂടെ ടോട്ടൽ എമൗണ്ട് ഈ പർച്ചേസസ് ജേർണലിലുണ്ടാവും. അത് നമ്മൾ ആ ജേർണലിൻ്റെ ടോട്ടൽ പർച്ചേസസ് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ജനറൽ ലെഡ്ജറിൽ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ടോട്ടൽ ടു സൺട്രീസ് എന്ന് പറഞ്ഞ് ഇവിടെ കാണിക്കണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഗുണം, നമ്മൾ പർച്ചേസസ് അക്കൗണ്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എത്ര രൂപയ്ക്കുള്ള പർച്ചേസസ് നമ്മൾ കടമായിട്ട് മേടിച്ചിട്ടുണ്ട് അതറിയാം. ഇനി ആരിൽ നിന്നാണെന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ജനറൽ ലെഡ്ജറിലുള്ള ഓരോ അക്കൗണ്ടുകളും നമ്മൾ നോക്കണം, ചെക്ക് ചെയ്യണം. അപ്പോൾ ആരിൽ നിന്നൊക്കെയാണ് നമ്മൾ ഈ സാധനങ്ങൾ മേടിച്ചേക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാളുടെ പേരെ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരേ സമയത്ത് തന്നെ പലരും കാണും. ഇനി ഇങ്ങനെ ഈ പർച്ചേസസ് അക്കൗണ്ടിൽ പർച്ചേസസ് ജേർണലിൽ നമ്മൾ എഴുതുമ്പോൾ അത് ചിലപ്പോൾ ഒരാഴ്ചത്തെ ഒരു 10-20 ഇത് കാണുമായിരിക്കും, 10-20 പർച്ചേസസ് കാണുമായിരിക്കും. അപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ അതിൻ്റെ ടോട്ടൽ നമ്മൾ
ജനറൽ ലെഡ്ജറിൻ്റെ പർച്ചേസ് അക്കൗണ്ടിലേക്ക് എഴുതി വെക്കും. ഇനി ഓരോ സമയത്തും നമ്മൾ കടമായിട്ട് മേടിക്കുമ്പോൾ അതാത് ഡേറ്റിൽ തന്നെ നമ്മൾ അവരുടെ തരുന്ന ആളുകളുടെ അക്കൗണ്ടുകൾ നമ്മൾ ജനറൽ ലെഡ്ജറിൽ പോസ്റ്റ് ചെയ്യണം. ഇനി ഒരാഴ്ചത്തെ ടോട്ടൽ ആണ് നമ്മൾ ഈ പർച്ചേസസ് ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുന്നത്. ചിലപ്പം ചില കേസിൽ ഒരാഴ്ചത്തെ ആയിരിക്കും, 2 ആഴ്ചത്തെ ആയിരിക്കും, 3 ആഴ്ചത്തെ ആയിരിക്കും. അല്ലെങ്കിൽ ചിലപ്പം ഓരോ ആഴ്ചയിലും ഓരോ ദിവസവും ഒരുപാട് ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ അത് എഴുതി വെക്കുക. അപ്പം നമ്മൾ ഈ പേഴ്സണൽ പർച്ചേസസ് അക്കൗണ്ട് എന്നാണോ നമ്മൾ ഇത് ടോട്ടൽ ചെയ്യുന്നത് ആ ഡേറ്റിൽ വേണം ഈ ലെഡ്ജറിലുള്ള പർച്ചേസസ് അക്കൗണ്ടിൽ സൺട്രീസ് എന്ന് പറഞ്ഞ് എഴുതാനായിട്ട്. അപ്പം അത്രയും മനസ്സിലായല്ലോ. അപ്പം നമുക്ക് ഇപ്പം നമ്മൾ ഈ പർച്ചേസസ് അക്കൗണ്ടിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സൺട്രീസ് പലരിൽ നിന്ന് നമ്മൾ ഒരു 50,000 രൂപയുടെ സാധനം മേടിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കും. അത് ആരിൽ നിന്നൊക്കെയാണ് എന്നറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ജനറൽ ലെഡ്ജറിലുള്ള പേഴ്സണൽ അക്കൗണ്ട് ഓരോരുത്തരുടെ നോക്കിയാൽ മതി. അപ്പം കടമായിട്ട് മേടിച്ചേക്കുന്ന ഓരോ വ്യക്തിയുടെയും അക്കൗണ്ടുകൾ ജനറൽ ലെഡ്ജറിൽ ഉണ്ടായിരിക്കും. അതിൻ്റെ വീക്ക്ലി ടോട്ടലോ അല്ലെ മന്ത്ലി ടോട്ടലോ ആയിരിക്കും നമ്മൾ ഈ പർച്ചേസസ് ലെഡ്ജറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതായത് ടു സൺട്രീസ് എന്ന് പറഞ്ഞു. ഇതാണ് പർച്ചേസസ് ബുക്കിൻ്റെ എൻട്രീസ്. ഇങ്ങനെയാണ് പോസ്റ്റ് ചെയ്യുന്നത്. അത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ബോധ്യമായെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.